ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ സൈമാറ്റിക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേയായിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം മാത്രമേ നിങ്ങൾ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 മാത്സിന്റെ 9th ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ 4th എക്സസൈസ് ആയിരുന്നു അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4th എക്സസൈസിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. At any point xy of a curve, the slope of tangent is twice the slope of line segment joining point of contact to the point -4, -3. Find equation of curve given that it passes through -2, 1. അതായത് ഒരു കർവ്, അതിന്റെ ഒരു പോയിന്റ് XY, അവിടെയുള്ള ടാൻജന്റ് ട്വൈസ് ദ സ്ലോപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ടു ദ പോയിന്റ് -4, -3. ദെൻ നമ്മൾ ഇക്വേഷൻ ഓഫ് കർവ് കണ്ടുപിടിക്കണം. ഗിവൺ ദാറ്റ് ഇറ്റ് പാസസ് ടു ദ പോയിന്റ് -2, 1. അപ്പൊ ഇത്രയാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് സ്ലോപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് പോയിന്റ് XY ആൻഡ് -4, -3 കാണണം. ആൻഡ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദ കർവ്. അപ്പോ സ്ലോപ്പ് ഓഫ് M1 M2 എന്ന് എടുക്കുകയാണ്. ഈ രണ്ട് സ്ലോപ്പിനെയും M1 M2 എന്ന് എടുക്കുകയാണ്. ഫസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് പോയിന്റ്സ് XY ആൻഡ് -4, -3. M2 എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദ കർവ്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദ കർവ് നമുക്കറിയാം dy/dx ആണ്. പിന്നെ M1 എങ്ങനെയാണ്? XY-യും -4ഉം -3ഉം. അപ്പൊ y+3 ഡിവൈഡഡ് ബൈ x+4. y1 - y2 ഡിവൈഡഡ് ബൈ x1 - x2. അപ്പൊ y -3 is y+3 ഡിവൈഡഡ് ബൈ x -4 is x+4. പിന്നെ തന്നേക്കുന്ന എന്താണ്? ഈ M2 സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈസ് twice the slope of line segment. അതായത് M2 is equal to 2 into M1. That means dy/dx equal to y+3 divided by x+4. വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത dy/y+3 equal to dx/x+4. Integrate both sides. Log y+3 equal to M2 is equal to 2 M1 അല്ലേ? അപ്പൊ ഇവിടെ 2 ടൈംസ് ഉണ്ട് കേട്ടോ. 2 into 2 log x+4. ഓക്കെ, ഇനി പ്ലസ് കോൺസ്റ്റന്റ് ഇല്ലേ? കോൺസ്റ്റന്റ് ലോഗ് സി എന്ന് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് 2 log x+4 log x+4 സ്ക്വയർ എന്ന് കൊടുക്കാം. log a plus log b എന്താണ്? log ab ആണ്. അപ്പൊ എന്ത് വരും? x+4 ഹോൾ സ്ക്വയർ ഇൻറ്റു സി. അതായത് y+3 is equal to c into x+4 ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് കർവ് ഗിവൺ ദാറ്റ് ഇറ്റ് പാസസ് ത്രൂ -2, 1. അതായത് x-ന് -2 എന്നും y-ക്ക് 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 4 is equal to c into -2 plus 4 is 2. 2 square is 4. അപ്പൊ c എന്ത് വന്നു? 1 എന്ന് വന്നു. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? y+3 is equal to x+4 square. And this is the equation of the curve. Okay. Next question. Volume of circle balloon being inflated changes at a constant rate. ഒരു സ്ഫിയർ ഷേപ്പിലുള്ള ഒരു ബലൂൺ ഉണ്ട്. അതിന്റെ വോളിയം ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. If initially its radius is 3 units. Initially അതിന്റെ റേഡിയസ് 3 units ആയിരുന്നു. And after 3 seconds അതായത് at time t equal to 0, what was the radius? 3 units. Then after 3 seconds, that is when t is equal to 3, it is 6 units. Radius എന്തായി? 6 units ആയി. Find the radius of balloon after t seconds. അങ്ങനെയാണെങ്കിൽ after t seconds radius of balloon എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ എന്താണ് ചേഞ്ച് ആവുന്നത്?
വോളിയം അല്ലേ കോൺസ്റ്റന്റ് റേറ്റിൽ ചേഞ്ച് ആവുന്നത്, അതായത് dv/dt ഈസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് നമ്മൾ k എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. വോളിയം ഓഫ് എ സ്ഫിയർ എന്താണ്? 4/3 πr³. ഓക്കെ, അപ്പൊ d/dt ഓഫ് 4/3 πr³ ഈക്വൽ ടു k. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 4/3 π ഇൻറ്റു 3r² dr/dt ഈക്വൽ ടു k dt. ഈക്വൽ ടു k ആണ്. ഈ dt റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയതാണ്. ദെൻ ഈ 3യും 3യും കട്ടായി പോവും. 4π ഈസ് എ കോൺസ്റ്റന്റ്, സോ അകത്തുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. k ഈസ് എ കോൺസ്റ്റന്റ്, dt ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 4πr³ ഈക്വൽ ടു kt പ്ലസ് c. ഈ 3നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 4πr³ ഈക്വൽ ടു 3 ഇൻറ്റു kt പ്ലസ് c. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അറ്റ് ടൈം t ഈക്വൽ ടു 0 r ഈക്വൽ ടു 3. അപ്പൊ അത് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 4π ഇൻറ്റു 3³ എന്താണ്? 27 ഈക്വൽ ടു 3 ഇൻറ്റു t ഈക്വൽ ടു 0. അപ്പൊ 0 ആവും 3c. ഇതും കട്ടായി പോയാൽ 9. അപ്പൊ c എന്ത് കിട്ടി? ദാറ്റ് ഇംപ്ലൈസ് c ഈസ് ഈക്വൽ ടു 36 π. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, അറ്റ് ടൈം t ഈക്വൽ ടു 3 r ഈക്വൽ ടു 6. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? 4π ഇൻറ്റു 36 ഇൻറ്റു 6 ഈക്വൽ ടു 3 ഇൻറ്റു 3k പ്ലസ് c എന്താണ്? 36 π. ഓക്കെ, ഇവിടുന്ന് ഒരു 3 കൂടെ നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ 3 ഇൻറ്റു 3 2 3 വരും 9. അതും ഇതും കൂടെ കട്ട് ചെയ്താൽ 4 ഇൻറ്റു 4 16. 96 π is equal to k plus 12 π. അപ്പൊ k എന്ത് വരും? 84 π. അപ്പൊ kയും കിട്ടി cയും കിട്ടി. അത് രണ്ടും കൂടി ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 4πr³ ഈക്വൽ ടു 3 ഇൻറ്റു 84 π ഇൻറ്റു t പ്ലസ് c എന്താണ്? 36 π. ഇതാണ് റിക്വയർഡ് ഇക്വേഷൻ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് മാത്രമാണ് കേട്ടോ. റേഡിയസ് ഓഫ് ബലൂൺ ആഫ്റ്റർ t സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് r ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലായിടത്തും പൈ കോമൺ ആണ്, പൈ കട്ട് ചെയ്യാം. പിന്നെ 4 എല്ലായിടത്തും ഉണ്ട്, അത് കട്ട് ചെയ്യാം. അപ്പൊ എന്തോന്നു? r³ ഈക്വൽ ടു 3 ഇൻറ്റു 21t പ്ലസ് 9. ഓക്കെ, ദെൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി എന്ത് വരും? 63t പ്ലസ് 27. അപ്പൊ r എന്ത് വരും? റേസ് ടു 1/3. ഓക്കെ, അപ്പൊ ആഫ്റ്റർ ടൈം t റേഡിയസ് ഇതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ബാങ്ക് പ്രിൻസിപ്പൽ ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി. ഒരു ബാങ്കിലെ പ്രിൻസിപ്പൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ റേറ്റ് ഓഫ് r% പെർ ഇയർ. ഒരു വർഷത്തിൽ r% ആണ് റേറ്റ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് r if ₹100 ഡബിൾസ് ഇറ്റ്സെൽഫ് ഇൻ 10 years. 10 വർഷം കൊണ്ട് 100 രൂപ ഡബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റേറ്റ്, അതായത് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ ലോഗ് 2ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് കേട്ടോ. 0.6931 എന്ന് തന്നിട്ടുണ്ട്. അപ്പോ പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ, ആർ റേറ്റ് ആൻഡ് ടി ഈസ് എ ടൈം. ആൻഡ് ഇവിടെ പ്രിൻസിപ്പൽ ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് dp/dt. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം? പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ്, ദാറ്റ് ഈസ് r/100. അപ്പൊ dp/p എന്ത് വരും? r/100 ഇൻറ്റു dt. ഇന്റഗ്രേറ്റ് ചെയ്യുക. r/100 ഈസ് എ കോൺസ്റ്റന്റ്, സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? log p ഈസ് ഈക്വൽ ടു r/100 ഇൻറ്റു t പ്ലസ് c. ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ p ഈസ് ഈക്വൽ ടു e raised to rt/100 plus c. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ദെൻ നമുക്കറിയാം at time t is equal to 0, p is equal to 100. When t becomes 10, p becomes doubles. p doubles double ചെയ്തപ്പോൾ എന്തായി? 100 200 ആയി. അപ്പോൾ നമുക്ക് ഇത് രണ്ട് ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 100 is equal to e raised to c. അപ്പോൾ രണ്ട് സൈഡിൽ ലോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? c is equal to log 100. ഓക്കെ, ഇവിടെ എന്ത് വരും? t equal to 10 കൊടുത്താൽ 200 equal to e raised to 10t by 100. That is t by 10 plus
സി എന്താണ് ലോഗ് 100. അപ്പോൾ രണ്ട് സൈഡും ലോഗ് എടുത്താൽ എന്ത് വരും? ലോഗ് 200 ഈക്വൽ ടു t/10 പ്ലസ് ലോഗ് 100. ഓക്കെ, ഇനി t/10 ഈക്വൽ ടു ലോഗ് 200 മൈനസ് ലോഗ് 100 എന്ന് എഴുതാം. ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബൈ ബി. അപ്പൊ 200/100 എന്ത് വരും? ലോഗ് 2. ലോഗ് 2ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 0.6931 ആണ്. 0.6931. അപ്പൊ ടി എന്ത് വരും? 6.931. ഓക്കെ, സോറി, ഇവിടെ r/10 അല്ലേ? 6. നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. r equal to 6.931%. Okay. Next question. In a culture, bacteria count is 1 lakh. The number is increased by 10% in 2 hours. Bacteria count 1 lakh ആയിരുന്നു. അത് 2 മണിക്കൂർ കൊണ്ട് 10% ഇൻക്രീസ് ചെയ്തു. In how many hours will the count reach 2 lakh? അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് കൗണ്ട് 2 lakh ആവുന്നത്? If rate of growth of bacteria proportional to number present. Rate of growth of bacteria എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? നമ്പർ ഓഫ് ബാക്ടീരിയ പ്രസന്റ്. അപ്പൊ നമ്മൾ y ചെയ്ത നമ്പർ ഓഫ് ബാക്ടീരിയ പ്രസന്റ്, നമ്പർ ഓഫ് ബാക്ടീരിയനെ y എടുത്തു. അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്ത് വരും? dy/dt. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബാക്ടീരിയ, ദാറ്റ് ഈസ് y. ഇനി dy/dt ഈക്വൽ ടു ky എന്ന് കൊടുക്കാം. അപ്പൊ dy/y ഈക്വൽ ടു kdt. ഇന്റഗ്രേറ്റ് ചെയ്യാം, എന്ത് വരും? log y is equal to kt plus c. അതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ അറ്റ് ടൈം t is equal to 0. അറ്റ് ടൈം t is equal to 0 നമ്പർ ഓഫ് ബാക്ടീരിയനെ നമ്മൾ y0 എന്ന് എടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? log y0 ഈക്വൽ ടു c. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിയുടെ വാല്യൂ കിട്ടി, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? log y മൈനസ് log y0 ഈക്വൽ ടു k ഇൻറ്റു ടി. അപ്പൊ ലോഗ് y മൈനസ് ലോഗ് y0 എങ്ങനെ എഴുതാം? ലോഗ് y/y0. അപ്പൊ എന്ത് വന്നു? ലോഗ് y/y0 ഈക്വൽ ടു kT. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്, 2 മണിക്കൂർ കഴിയുമ്പോൾ ബാക്ടീരിയ 10% കൂടും. അതായത് ആഫ്റ്റർ 2 hours എന്നുള്ള y-നെ ആഫ്റ്റർ 2 hours നമ്പർ ഓഫ് ബാക്ടീരിയ y എന്ന് എടുത്താൽ y ഈക്വൽ ടു y0 ഇൻറ്റു 110/100 ആണ്. 10% കൂടും. ഇത് ആഫ്റ്റർ 2 hours ആണ്. സോ t ഈക്വൽ ടു 2 ആണ്. ഇവിടുന്ന് y/y0 എന്ത് കിട്ടും? 11/10. ഈ 11/10 എന്നുള്ള വാല്യൂ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ലോഗ് 11/10 ഈക്വൽ ടു 2k. t ഈക്വൽ ടു 2 ആണ്. സോ 2k. k എന്ത് വരും? k is equal to 1/2 ലോഗ് 11/10. അത് ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? ലോഗ് y/y0 ഈക്വൽ ടു 1/2 ലോഗ് 11/10 ഇൻറ്റു ടി. അപ്പൊ ഇതിൽ നിന്ന് ടൈം പീരീഡ് എന്ത് കിട്ടും? ലോഗ് y/y0 ഡിവൈഡഡ് ബൈ 1/2 ലോഗ് 11/10. ഇനി നമുക്ക് എന്താ വേണ്ടേ? ടൈം പീരീഡ്. അറ്റ് ദ ടൈം 1 lakh 2 lakh ആവുന്നു. അതായത് ഇനീഷ്യലി y0 ആയിരുന്നു, y എന്താവും? y0ന്റെ ഡബിൾ ആവും. ദാറ്റ് ഈസ് y ബിക്കം 2y0. ആൻഡ് ടൈം പീരീഡിനെ നമ്മൾ t1 എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ t1 എന്ത് കിട്ടും? ലോഗ്. അപ്പൊ t1 ഈക്വൽ ടു ലോഗ് yക്ക് പകരം 2y0 കൊടുക്കുക. അപ്പൊ 2y0/y0 എന്ത് വരും? ലോഗ് 2 ഡിവൈഡഡ് ബൈ 1/2 ലോഗ് 11/10. ഓക്കെ, ഇത്രയും അവേഴ്സ് ആണ് കേട്ടോ. അപ്പൊ 4th എക്സസൈസിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് ഹോമോജിനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എ ഫംഗ്ഷൻ f of xy is said to be homogeneous differential equation of degree n if f of lambda x lambda y equal to lambda raised to n f of xy for a non-zero constant lambda എന്നാണ്. അതായത് f of xy എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അത് n ഡിഗ്രി ഉള്ള ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയണമെങ്കിൽ ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് ലാംഡ എടുക്കുക. f of lambda x lambda y equal to എന്ത് വരണം? lambda raised to n f of xy എന്ന് വരണം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാം. ഷോ ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ x minus y into dy by dx
equal to x plus 2y is a homogeneous differential equation. ഇതൊരു homogeneous differential equation ആണെന്ന് പ്രൂവ് ചെയ്യണം. Then നമ്മൾ അതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ dy by dx എന്ത് വരും? x plus 2y divided by x minus y. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? f of xy എന്ന് എഴുതാം. ഓക്കെ, ഇനി f of lambda x lambda y എന്ന് കൊടുത്താൽ എന്ത് വരും? lambda into x plus 2y divided by lambda into x minus y. അതായത് ലാംഡ കട്ടായി പോകും. അതായത് 1 എന്ന് നമുക്ക് 1 എന്ന് പറഞ്ഞാൽ ലാംഡ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ ദിസ് ഈക്വൽ ടു ലാംഡ റേസ് ടു 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. ഇപ്പൊ ഡിഗ്രി എന്താണ്? 0. ഓക്കെ, ലാംഡയുടെ പവർ ആണ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ എഫ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഡിഗ്രി 0. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ y ഈക്വൽ ടു വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, y ഈക്വൽ ടു വി എക്സ് എന്നെടുക്കുകയാണ്. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ദെൻ ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്തുവരും? dy ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ വിയും എക്സും വേരിയബിൾസ് ആണ്. സോ പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ദെൻ നമുക്കറിയാം dy ബൈ ഡി എക്സ് എന്താണ്? dy by dx x plus 2y divided by x minus y. ഇവിടെ നമുക്ക് v plus x dv by dx equal to x plus 2y. അവിടെ x plus 2y equal to vx എന്ന് കൊടുക്കുക. x minus vx. എല്ലായിടത്തും x കോമൺ ആണ്. x അങ്ങ് പൊക്കോളും. 1 plus 2v divided by 1 minus v. ഇവിടെ v ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എന്ത് വരും? x dv by dx equal to 1 plus 2v minus v plus v square divided by 1 minus v. This is v square plus v plus 1 divided by 1 minus v. ഈ 1 minus v നെ തിരിക്കാനായിട്ട് ഒരു നെഗറ്റീവ് കൊടുത്തു. അതുപോലെ തന്നെ നെഗറ്റീവ് ഇവിടെയും കൊടുത്തു. അപ്പൊ എന്ത് വരും? v minus 1 divided by v square plus v plus 1 into dv equal to minus dx by x. Then integrate both sides. ഇവിടെ ഒന്ന് 2 വെച്ച് മൾട്ടിപ്ലൈ ആണ്, 2 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ 2v minus 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2. 1/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. ഇനി 2v minus 2 നെ നമ്മൾ -3 + 1 എന്ന് എടുക്കുകയാണ്. ഓക്കെ, അതായത് ഇതിന്റെ ഡിഫറൻസ് ഡെറിവേറ്റീവ് എന്താണ്? 2v + 1 ആണ്. അത് മുകളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഒന്ന് തിരിച്ച് 2v + 1 - 3 എന്ന് എഴുതാണ്. ഓക്കെ, ഇനി ഇതിനെ തന്നെ 1/2 ഇൻറ്റു ഇന്റഗ്രൽ 2v + 1 ഡിവൈഡഡ് ബൈ v സ്ക്വയർ + v + 1 dv മൈനസ് 3 ഇൻറ്റു ഇന്റഗ്രൽ, ഇവിടെ 1/2 ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 3/2 മൈനസ് 3/2 ഇന്റഗ്രൽ dv ബൈ v സ്ക്വയർ + v + 1 ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് dx ബൈ x. ഓക്കെ, എന്ത് വരും? v സ്ക്വയർ + v + 1ന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്. സോ എന്ത് വരും? 1/2 log v സ്ക്വയർ + v + 1 മൈനസ് 3/2. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യാണ്. v + 1/2 ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വരും? v സ്ക്വയർ + v + 1/4. ഇനി ഇവിടെ എന്തുണ്ട്? 1 ആണ് വേണ്ടത്. പ്ലസ് 1/4 പ്ലസ് 3/4 കൂടെ ഉണ്ടെങ്കിൽ 1 ആയി. അപ്പൊ 3/4 എങ്ങനെ എഴുതാം? √3/2 സ്ക്വയർ. ഇത് ഇന്റഗ്രേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നുണ്ട്, പെട്ടെന്ന് ചെയ്യാണ്. ഇപ്പൊ ഇത് ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിലായി. എക്സ് എന്താണ്? v + 1/2. എ എന്താണ്? √3/2. ഇന്റഗ്രൽ dx ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ്? tan ഇൻവേഴ്സ് എക്സ് ബൈ എ. അതായത് എന്ത് വരും? tan ഇൻവേഴ്സ് v + 1/2 ഡിവൈഡഡ് ബൈ √3/2.
ഈക്വൽ ടു മൈനസ് log x പ്ലസ് സി. ഓക്കെ, ഇവിടെ എന്ത് വരും? 2v പ്ലസ് 1. രണ്ടിടത്തും ഡിനോമിനേറ്റർ 2 ആണ്, അപ്പൊ 2 കട്ടായി പോവും. 2v പ്ലസ് 1/√3. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് 1/2 log v² പ്ലസ് v പ്ലസ് 1 പ്ലസ് log x ഈക്വൽ ടു 3/2 tan ഇൻവേഴ്സ് 2v പ്ലസ് 1/√3 പ്ലസ് സി. ഇവിടെ log x നെ 1/2 log x സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ എന്ത് തന്നെയാണ്? 1/2 log x സ്ക്വയർ എന്ന് പറഞ്ഞാൽ log x തന്നെയാണ്. അപ്പൊ 1/2 ഇൻറ്റു log x² ഇൻറ്റു v² പ്ലസ് v പ്ലസ് 1. കാരണം എന്താ? log a b എന്താണ്? log a പ്ലസ് log b എന്താണ്? log a b ഈക്വൽ ടു 3/2 tan ഇൻവേഴ്സ് 2v പ്ലസ് 1/√3 പ്ലസ് സി. ഓക്കെ, ഇനി വിക്ക് നമ്മൾ y ഈക്വൽ ടു വി എക്സ് എന്ന് കൊടുത്തായിരുന്നു. അപ്പൊ വിക്ക് നമ്മൾ തിരിച്ച് y/x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തുവരും? 1/2 ഇൻറ്റു log x² ഇൻറ്റു y²/x² പ്ലസ് y/x പ്ലസ് 1. ഇതകത്തേക്ക് എടുത്ത് എന്ത് വരും? x² പ്ലസ് xy പ്ലസ് y². അപ്പൊ 1/2 log x² പ്ലസ് xy പ്ലസ് y² ഇസ് ഈക്വൽ ടു 3/2 tan ഇൻവേഴ്സ് 2 ഇൻറ്റു y/x 2y പ്ലസ് x/√3x എന്ന് വരും പ്ലസ് സി. ഇതിൽ 1/a tan ഇൻവേഴ്സ് x/a എന്നാണ്. അപ്പൊ 3/2ന്റെ കൂടെ ഇവിടെ a എന്തായിരുന്നു? √3/2 ആയിരുന്നു. അപ്പൊ 1/a എന്ന് പറയുമ്പോൾ 2/√3. അപ്പൊ 3/2 ഇൻറ്റു 2/√3 എന്ന് വരുന്നുണ്ട്. 2ഉം 2ഉം കട്ടായി പോവും. ഇവിടെ വെറും √3 മാത്രമേ വരുള്ളൂ. ഓക്കെ, √3 tan ഇൻവേഴ്സ് 2y പ്ലസ് x/√3x പ്ലസ് സി എന്നാണ്. ഈ 1/2ന്റെ 1/2 റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ 2√3 എന്ന് എഴുതാം. അപ്പൊ ആൻസർ എന്ത് വരും? log x² പ്ലസ് xy പ്ലസ് y² ഇസ് ഈക്വൽ ടു 2√3 tan ഇൻവേഴ്സ് 2y പ്ലസ് x ഡിവൈഡഡ് ബൈ √3x പ്ലസ് സി. ആൻഡ് ഇതാണ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ +2 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.